ഗവൺമെൻറ് കരാറുകാരെ സംബന്ധിച്ചോളം ഒരടി പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അത്രയേറെ പ്രതിസന്ധിയിലാണ് ഇപ്പം നിലവിലുള്ളത്. പ്രതിസന്ധി കാരണം ഇവിടെ നിർമ്മാണ വസ്തുക്കൾ, പ്രത്യേകിച്ച് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ തവണ ഇതുപോലെ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഗവൺമെൻറ് കരാറുകാരും അതോടൊപ്പം ജില്ലയിലെ യുവജന സംഘടനകളടക്കം വലിയൊരു സമരം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി 2-3 തവണ ജില്ലയുടെ കളക്ടർ ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി വില കുറയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ജില്ലാ കളക്ടർ സാന്നിധ്യത്തിലൊരു തീരുമാനം ഉണ്ടായി. ഇനി തുടർന്ന് അങ്ങോട്ട് വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഇത്തരം സംഘടനയുടെ അടക്കം സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംസാരിച്ച് മാത്രമേ വില വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ആ ചർച്ചയിൽ തീരുമാനമായത്. എന്നാലിപ്പോൾ കർഷക ഉടമകൾ ഏകപക്ഷീയമായി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വില എന്ന് പറയുമ്പോൾ വലിയ വർധനവാണ്. 5-8 രൂപ ഒരു അടി മെറ്റലിനായാലും മറ്റ് എംസാൻഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഒരു അടിക്ക് 8 രൂപയോളം വർദ്ധിപ്പിച്ചൊരു അവസ്ഥയുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം നിലവിൽ കരാറുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളായി നിങ്ങളോട് അടക്കം സംസാരിച്ചതാണ്. നിലവിലിപ്പോൾ 2018 DSR വെച്ച് ഷെഡ്യൂൾ നിരക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ഏറ്റെടുക്കുന്നത്. 2018 എന്ന് പറയുമ്പോൾ ഇപ്പം 6 വർഷത്തോളം ആയി ഇപ്പം ഈ ഷെഡ്യൂൾ നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ വിലവർധന അടക്കം വരുമ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വലിയ തോതിൽ കരാറുകാർ അഭിമുഖീകരിക്കുകയാണ്. ഇങ്ങനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചോളം പുതുതായി പ്രവൃത്തി ഏറ്റെടുക്കാനോ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇതിപ്പം നാട്ടിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാവുന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റെടുത്ത പ്രവൃത്തികളെല്ലാം നിർത്തിവെക്കുന്നൊരവസ്ഥ. പുതിയ പ്രവൃത്തികളിപ്പം പുതിയ സാമ്പത്തിക വർഷത്തോട് അനുബന്ധിച്ച് പുതിയ വർക്കുകളെല്ലാം ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. ആ വർക്കുകളെല്ലാം ഏറ്റെടുക്കാത്തൊരവസ്ഥ വരുമ്പോൾ നാട്ടിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മളെ മഴ കാലവർഷം കഴിഞ്ഞതോടുകൂടി റോഡുകളെല്ലാം കുഴികൾ വന്ന് പ്രവൃത്തി നടക്കേണ്ട ഒരു അവസ്ഥയുള്ളത്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ഒരു വിലവർദ്ധനയുടെ അടിസ്ഥാനത്തിൽ കരാറുകളെ സംബന്ധിച്ചോളം ഏറ്റെടുത്ത പ്രവൃത്തി അടക്കം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലിൻ്റെ വിലവർദ്ധനവും അതോടൊപ്പം ഈ ഷെഡ്യൂൾ നിരക്കിൻ്റെ 2017 ഷെഡ്യൂൾ നിരക്കാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയാണ് കരാറുകാർ അനുഭവിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ക്വാറി ക്രഷർ ഉൾപ്പെടെ വിലവർദ്ധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന 20-ാം തീയതി ബഹുമാനപ്പെട്ട കളക്ടർ മുമ്പിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ച് ബഹുമാനപ്പെട്ട MLA KV സുമേഷാണ് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 10 മണിക്കാണ് മാർച്ച് സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിക്കുന്നത്. കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. സംഘടന ഭാരവാഹികളടക്കം ഉൾപ്പെടെ ആ മാർച്ച് ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം നമ്മളെ സംബന്ധിച്ചുള്ള കരാറുകാർ പ്രത്യക്ഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസം അഭിമുഖീകരിക്കുന്നുള്ളൂ. നമ്മൾ പൊതുജനങ്ങളടക്കം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിക്കുന്നതായിട്ട് മാറുകയാണ്. അത് സാധാരണക്കാരായ ജനങ്ങളടക്കം ഇത്തരം ക്വാറി കർഷകർ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ബീഡുകളടക്കം പൂർത്തീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി അതടക്കം നിലക്കുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ പൊതുവെ എല്ലാവരും ഈ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വലിയ കടക്കണിയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് കരാറുകാർ എത്തുന്ന ഒരു പൊതുസ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷം ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ സമരം കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അത് കേവലമായ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് മാത്രമല്ല, മറിച്ച് ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ കണ്ണൂർ ജില്ലയിലുള്ള യുവജന സംഘടനകൾ, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന വ്യത്യസ്തമായ കരാർ സംഘടനകൾ, അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ സമരം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി അവസാനം ചെറിയൊരു വില കുറയ്ക്കുകയും, എന്നാൽ ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ വർധനവ് കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നടത്തൂ എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് കളക്ടറുടെ മുമ്പാകെ അന്ന് ആ സമരം അവസാനിപ്പിച്ചത്. കുറേ ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട് ആ സമരം. അപ്പം സ്വാഭാവികമായും പിന്നീട് ഇപ്പോൾ ഈ തൊട്ടടുത്ത വർഷം തന്നെ നമ്മുടെ ടെൻഡർ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം പ്രവൃത്തി എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി
പ്രോജക്റ്റ് ടെൻഡർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഘട്ടത്തിലാണ് ഇപ്പം 5 മുതൽ 8 വരെ ഇപ്പം വീണ്ടും ഈ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില ഒരു കാരണവുമില്ലാതെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ചില അധികാരങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ബാധിക്കുന്ന വിഷയം നമ്മുടെ റേറ്റ് 2018 റേറ്റ് ഇന്നും റിവിഷൻ ഇല്ലാതെ നമ്മൾ അതുകൊണ്ട് ഏറ്റെടുത്ത് നമ്മുടെ സംവിധാനങ്ങളെല്ലാം നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി പല ആളുകളും ഇത് നിർബന്ധിതമാകുക ഈ വർക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി. സ്വാഭാവികമായും വർക്ക് ഏറ്റെടുക്കുന്നതിരുന്നാൽ കരാറുകാർക്ക് മാത്രമല്ല ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളാകെ നിലക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. സ്വാഭാവികമായും ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്കെല്ലാം അതിൻ്റെ ബാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തികളെല്ലാം ഏറ്റെടുക്കുകയും വീണ്ടും കടക്കണിയിലേക്ക് വീഴുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പല കരാറുകാരും അവരുടെ ബാങ്കിൻ്റെ ഫൈനാൻസ് അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇപ്പോൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ പ്രവൃത്തി ഏറ്റെടുക്കാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇതാണ് നമ്മളെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഈ കരാറുകാരെല്ലാം ഉള്ളത്. തീർച്ചയായും കലക്ടർ ഉൾപ്പെടെ ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് പുതിയ റേറ്റ് റിവിഷൻ നടപ്പിലാക്കുന്നവരെ ഈ വർദ്ധിപ്പിച്ച കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില പിൻവലിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ കലക്ട്രേറ്റ് മാർച്ച് ആദ്യഘട്ടം എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത്. ഇതാണ് പൊതുവിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് നിങ്ങളോട് ഈ ഒരു ഘട്ടത്തിൽ ഈ കഴിഞ്ഞ 2 വർഷം പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് വില വർദ്ധിപ്പിക്കുക, മറുഭാഗത്താണ് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ ദക്ഷിണേന്ത്യയിലെല്ലാം ഷെഡ്യൂൾ ഓഫ് റേറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല ഈ